ശ്രീ എം സതീഷ്, കഴിഞ്ഞ ദിവസം ഈ പി കെ ശശി വിമത കൺവെൻഷനിൽ പറഞ്ഞത് വിമതരല്ല വിപ്ലവ സഖാക്കളാണ് എന്നുള്ളതാണ്. ശ്രീ എൻ വി ബാലകൃഷ്ണൻ പറഞ്ഞു കേട്ട ഇതൊക്കെയാണോ വിപ്ലവഗാഥകൾ? ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത്, എന്നോ ഇതെല്ലാം ജനം തള്ളിക്കളഞ്ഞ ആരോപണങ്ങളാണ് ഇപ്പൊ ചർച്ചയായിട്ട് എടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും മോശപ്പെട്ട ഒരാളെയാണോ കേരളത്തിൽ ഏറ്റവും വലിയൊരു കോർപ്പറേഷന്റെ ചെയർമാനായി ഈ സർക്കാർ ഇത്രയും കാലം നിയമിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണ്ടേ? മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴും സ്വയം ഈ കൺവെൻഷനിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതുവരെ അദ്ദേഹം പാർട്ടിക്കകത്തല്ലേ. അപ്പൊ ഇത്രയും ദോഷകരമായിട്ടുള്ള പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇത്രയും കാലം പാർട്ടിക്കകത്ത് നിർത്തി? ഇപ്പൊ ഇവിടെ ഒരു സ്വഭാവമുണ്ട് പാലക്കാട് ജില്ലയിൽ. ഇപ്പോൾ വിമർശിക്കുന്ന ആളുകൾ, ഒരു കമ്മിറ്റിക്കകത്ത് തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികൾ, അവർക്കെല്ലാം എതിരെ ഒരു വെള്ളപ്പേപ്പറിൽ ആരെയെങ്കിലും കൊണ്ട് പരാതി എഴുതി വാങ്ങി അത് ഒരു അന്വേഷണ കമ്മീഷനെ തന്റെ ഇഷ്ടക്കാരെ തീരുമാനിച്ച് വെച്ച് നടപടിക്ക് വിധേയമാക്കുക. അപ്പൊ അങ്ങനെ പാലക്കാട് ജില്ലയിലെ പാർട്ടി ഏറ്റവും വലിയ അപജയത്തിലേക്ക് മാറി. ഒരു നടപടി പാർട്ടിയായി പാലക്കാട് ജില്ലയിലെ പാർട്ടി മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇവരിങ്ങനെ ഭയപ്പെടുന്നത്? ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള കൺവെൻഷനകത്ത് വലിയ വിഭാഗം ആളുകൾ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ കൺവെൻഷൻ കണ്ട് ബേജാറായ അപ്പോൾ സി പി എമ്മിനും മതിയായി. അങ്ങ് പറയുന്നത് പോലെ വളരെ മോശപ്പെട്ട പാർട്ടി എന്ന നിലയ്ക്ക് സി പി എം സംരക്ഷിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. കോർപ്പറേഷന്റെ അമരത്തിരുത്തി, ഇത്രയും പരാതികൾ ഉണ്ടായിട്ടും തൊട്ടു നോക്കിയില്ല, വലിയ പ്രിവിലേജ് കൊടുത്തു, പ്രൊട്ടക്ഷൻ കൊടുത്തു, ശരി. ഇപ്പോഴത്തെ പുറത്തു കളഞ്ഞല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് നേതാവാണല്ലോ. എല്ലാം കള്ളപ്പരാതികളാണ്. ഒരു പരാതിയിന്മേലും ഒരു അടിസ്ഥാനപരമായി ഒരു വസ്തുതയും ഇല്ലാത്ത പരാതികളാണ്. ഇതെല്ലാം ഈ പാർട്ടിക്കകത്ത് ആദ്യം മുതൽ തന്നെ കുറെ ആളുകളുടെ ഒരു ടീം ഇദ്ദേഹത്തിനെതിരായിട്ട് വർക്ക് ചെയ്യാണ്. എന്തെങ്കിലും പരാതികൾ എഴുതി വാങ്ങിക്കുക, നടപടിക്ക് വിധേയമാക്കുക. ഇദ്ദേഹത്തെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നന്നായിട്ട് കാച്ചു നിൽക്കുന്ന ഒരു മരത്തിലെ കല്ലെറിയും. ഒരു പെൺകുട്ടിയാണ് പരാതി കൊടുത്തത്. ഡിവൈഎഫ്ഐയുടെ ഒരു വലിയ ഘടകം മുഴുവൻ ആ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അവർക്ക് സംഭവിച്ചതൊക്കെ വളരെ ദാരുണമായ സാഹചര്യമാണ്. അതൊക്കെ എഴുതി വാങ്ങിയ വ്യാജ പരാതികളാണെന്നാണോ അങ്ങ് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആരോടെങ്കിലും ഒരു തിരി റാഷായി സംസാരിച്ചോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാൽ അതൊരു വലിയ അപരാധമായി അതിനെ പരാതിയാക്കി മാറ്റി അത് അന്വേഷണം നടത്തി ഇതെല്ലാം ഇതിപ്പോ നാട്ടിലെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിനിടയ്ക്ക് നിരവധി ആളുകളോട് ചിലപ്പോൾ ഓരോ വ്യക്തികളുടെയും സ്വഭാവ രീതിക്ക് അനുസരിച്ച് ചീത്ത പറയേണ്ടി വരും, നിലവിളിക്കും, എന്തെങ്കിലും എല്ലാം പറയും. അതെല്ലാം ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇതെല്ലാം ഒരു ആരോപണമാക്കി പരാതിയാക്കി അന്വേഷണം നടത്തി പി കെ ശശി നേരിട്ടത് പീഡനാരോപണമാണ്. അത് പോലീസിൽ അറിയിച്ചില്ല, നിയമത്തിന്റെ വഴി പോയില്ല, പാർട്ടി കോടതി അന്വേഷിച്ചു, പാർട്ടി കോടതി വിധി എഴുതി, തീവ്രത കുറഞ്ഞതെന്ന് കണ്ടെത്തി എന്നുള്ള രാഷ്ട്രീയ വിമർശനങ്ങളാണ് ഇത്രയും കാലം കേട്ടത്. അപ്പൊ സി പി എം ചെയ്തത് ശരിയാണെന്നാണ് നമുക്ക് പറഞ്ഞു വരുന്നത്? വെറുതെ ഒന്ന് ശകാരിച്ചതിന്റെ പേരിലായിരുന്നു ഈ പീഡനാരോപണം? ഇതെല്ലാം പാർട്ടി തന്നെ കണ്ടെത്തിയ ഒരു വസ്തുതയും ഇല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ആരോപണങ്ങളിലെല്ലാം പാർട്ടി അന്വേഷണം നടത്തി കണ്ടെത്തി ഇതിലൊരു കാര്യവുമില്ല, ഒരു വസ്തുതയും ഇല്ലെന്ന് എല്ലാം ഒഴിവാക്കി വിട്ട പരാതികളാണ്. ഒരു അടിസ്ഥാനവുമില്ല എന്ന് തെളിഞ്ഞ പരാതികൾ, ഒരു കാര്യവുമില്ല. അതെല്ലാം ഇല്ലല്ല, ആ വിഷയത്തിലൊന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടില്ല. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത് മറ്റു പല വിഷയങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ്. ഇദ്ദേഹം ഒരു ചാനലുകാരോട് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മാധ്യമത്തിനോട് ചർച്ച നടത്തി അടക്കം വ്യാജരേഖ നിർമ്മാണം അടക്കം ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും, സ്ഥല കൈമാറ്റം അടക്കം, ഇങ്ങനെ പല പരാതികളുണ്ടല്ലോ പി കെ ശശിക്കെതിരെ. ഇതെല്ലാം കള്ളപ്പരാതിയാണെങ്കിൽ പിന്നെ എന്തിന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്താണെന്ന് അറിയാത്തവരാണ് ഈ ഫണ്ട് വിവാദത്തിനെ കുറിച്ചെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, അയാൾ ഒരു ജന്മി തറവാട്ട് കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഇദ്ദേഹത്തിന് ഒരു സാമ്പത്തിക സ്രോതസ്സൊന്നും ഇല്ലാത്ത ഒരാളൊന്നും അല്ല. ഈ നക്കാപ്പിച്ച സാമ്പത്തിക ഇടപാടിന് വേണ്ടിയിട്ടൊന്നും നിൽക്കുന്ന ആളല്ല ശശിയേട്ടൻ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ആളുകളാണ്. ഒരു ജന്മി തറവാട്ട് കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു മകാനായ വ്യക്തി, അദ്ദേഹത്തിന് ഈ നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഒരു അഴിമതിക്കാരന്റെ പേര് കേൾക്കേണ്ട ഒരാവശ്യവുമില്ല. ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയി നിർമ്മിക്കുന്ന പല സ്റ്റോറികൾ വിഭാഗത്തിലുള്ളവരോട് വലിയ ഓംബ്ര മനോഭാവമൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ കുറ്റമല്ല. ഈ പഴയ പാരമ്പര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോഴും നടുവളഞ്ഞു പോകുന്നത് കാണുമ്പോൾ കുറച്ച് അദ്ദേഹം പാരമ്പര്യമായിട്ട് ഒരു ജന്മി കുടുംബത്തിൽ ജനിക്കുന്നത് ആരുടെയും തെറ്റല്ല. അത് പറയുമ്പോൾ അങ്ങയുടെ ഞാൻ ചോദിക്കുന്നത്, പാരമ്പര്യമായി ഒരു ജന്മി തറവാട് കുടുംബത്തിൽ ജനിച്ച ഒരാള്
അതിപ്പോ പാർട്ടിക്കകത്ത് വന്ന് പ്രവർത്തിക്കുന്നതിൽ ജന്മി തറവാട്ട് കുടുംബത്തിൽ ജനിച്ച ആൾക്ക് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അത് തറവാടിത്തമുള്ള പാരമ്പര്യമായി ജന്മി കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ജന്മി തറവാട്ടിൽ ജനിക്കുന്നവർക്ക് ഈ പറയുന്ന നക്കാപ്പിച്ച പണം കണ്ടാൽ അത് മോഷ്ടിക്കാനൊന്നും തോന്നില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തോന്നില്ല എന്ന് പറയുമ്പോൾ അല്ലാത്തവർക്കാണ് ഈ പണം കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ എന്ന് പറയുന്നൊരു അതിന് അങ്ങനെ ഒരു വശം കൂടി ഉണ്ടാവുമല്ലോ. അല്ല, ഇപ്പൊ പി കെ ശശിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അതിന്റെ ഒരു ആവശ്യമില്ല. ഈ ഫണ്ട് അഴിമതിയെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഒരു കാര്യത്തിലും ആ വിഷയങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലാത്ത ഒരു വ്യക്തി മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റാതാവുമ്പോൾ എന്തെങ്കിലും കള്ളപ്പരാതികൾ എഴുതി നടപടിക്ക് വ്യക്തിപരമായി കൈകാര്യം ചെയ്തു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 4,07,095 രൂപ പാർട്ടിക്ക് അങ്ങനെ നഷ്ടമായി എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സംയുക്ത അക്കൗണ്ട് കൈകാര്യം ചെയ്തത് പി കെ ശശി ഉൾപ്പെടെ 2 നേതാക്കളാണ് എന്നത് വ്യക്തമായിട്ടുണ്ട്. അപ്പോ ഈ ജന്മി തറവാടുകാർക്ക് സ്വന്തം അക്കൗണ്ട് കൈകാര്യം ചെയ്യാനിരിക്കുമ്പോൾ എന്തിനാണ് പാർട്ടി അക്കൗണ്ട് സ്വകാര്യമായി എന്താണ് കൈകാര്യം ചെയ്തത്? അല്ല, ഞാൻ അതിൽ ചോദിച്ചോട്ടെ, ഈ അക്കൗണ്ടിൽ തിരിമറിയുണ്ട് എന്ന് കണ്ടെത്തിയത് എപ്പോഴാ? കഴിഞ്ഞ 15 വർഷത്തിന് മുമ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിൽ തിരിമറിയുണ്ട് എന്ന് കണ്ടെത്തുന്നത് 15 വർഷത്തിന് ശേഷമാണ്. അതിനുശേഷം 2 സമ്മേളനം കഴിഞ്ഞുപോയി. ഇത്രകാലം ഇവർ എവിടെയായിരുന്നു? അപ്പൊ ഇത് നിർമ്മിച്ചിട്ടുള്ള തിരക്കഥയുടെ ഭാഗമല്ലേ? വിഷയത്തിൽ പി കെ ശശി 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പരിഭവം പി കെ ശശി പുറത്തു പറഞ്ഞില്ലല്ലോ, എവിടെയും ഒരു പരാതി പറഞ്ഞില്ലല്ലോ. 15 വർഷം മുമ്പ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു സാമ്പത്തിക തിരിമറി 15 വർഷം മുമ്പ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് 15 വർഷത്തിന് ശേഷം നിങ്ങളെ സസ്പെൻഡ് ചെയ്യാണ്. ഇതാണോ ഒരു ശരിയായ പാർട്ടി രീതി? അങ്ങനെ സസ്പെൻഡ് ചെയ്യാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെല്ലാം കള്ളപ്പരാതികളാണ്. കാലപ്പഴക്കമൊന്നും ഈ ആരോപണത്തിനില്ല. മാത്രമല്ല ഫണ്ട് തിരിമറി മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സ്ഥലക്കൈമാറ്റം അടക്കമുള്ള കാരണങ്ങളിൽ, അതായത് ഈ തൊഴിലാളികൾക്ക് കിട്ടേണ്ടത് നഷ്ടപരിഹാരം ഈടാക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ ഭൂമി എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. ഈ നിലയ്ക്കുള്ള അട്ടിമറികൾ നടത്തിയതിന്റെ പേരിൽ പാർട്ടി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച ആ റിപ്പോർട്ട് ഇദ്ദേഹത്തിന് കൂടി അറിയാവുന്നതാണ്. അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങ് പറയുന്ന ജന്മി തറവാടിന്റെ അഭിമാനം പേരുന്ന പി കെ ശശിക്ക് ഈ പരിപാടിക്ക് ഞാനില്ലെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകൂടായിരുന്നേ? ഈ കുറ്റം മുഴുവൻ ഏറ്റ് മാപ്പ് പറഞ്ഞ് അവിടെ നിൽക്കണമായിരുന്നോ? ഒരു ഭൂമിയും അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചിട്ടില്ല. ഇതെല്ലാം വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ്. അങ്ങനെ ഒരു ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒറ്റ ആരോപണം ഇന്നുവരെ നാളിതുവരെ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടില്ല. നാളിതുവരെ ഒരൊറ്റ ആരോപണം പോലും ഈ വിഷയത്തിന്മേൽ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. ആസ്തിയടക്കം എല്ലാം കൈകാര്യം ചെയ്ത് അതിൽ വലിയ നഷ്ടം പാർട്ടിക്ക് വരുത്തിയെന്ന് പാർട്ടി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് പി കെ ശശി കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതുവരെ ഒരാളും ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ വിമത കൺവെൻഷനിലേക്ക് പോകുന്നതിന് പരസ്യമായി കുറ്റം പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ഈ വിമത കൺവെൻഷനിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇവർക്ക് ആ വിഷയം ചോദിക്കായിരുന്നു? ഇതുവരെ ഒരാളും ഏത് ഘടകത്തിലും എവിടെയും ഏത് സമ്മേളനത്തിലോ അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റിക്കകത്തോ ഒരാൾ പോലും ഈ വിഷയത്തിന്മേൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു ആരോപണമേ ഇല്ല. വിപ്ലവ സിംഹം ഇതെല്ലാം കള്ളപ്പരാതിയാണ് എന്നല്ലേ ഈ പ്രഖ്യാപനം ഉണ്ടായത്? അതുകൊണ്ട് ചോദിച്ചതാണ്, ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണോ നിങ്ങളുടെ നേതാക്കൾ? ഇതൊക്കെയാണോ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോരാഞ്ഞിട്ട് കൂടുതൽ കമ്മ്യൂണിസ്റ്റ് ആവാൻ നയിക്കുന്നത് എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. Debate with Madhu Saji.